റിസ്കിയസ്റ്റ് ആണ് സാൽവേജ് ജോബ്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഈ 1 അറ്റ്മോസ്ഫിയർ അല്ലെന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വെള്ളത്തിനടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ജീവിക്കാനുള്ള സ്ഥലമാണ്, അവിടെയാണ് മനുഷ്യൻ പോണത്. അപ്പം എഗെയിൻസ്റ്റ് നേച്ചറാണ് നമ്മൾ പോണത്. മെയിൻ പ്ലാറ്റ്ഫോമിൽ നല്ല പട്ടുമത്തെ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങും അവർ കിടന്നിട്ട്, നല്ലപോലെ ഉറങ്ങും. നമ്മൾ ഏതെങ്കിലും തട്ടി വിളിച്ചാൽ പോലും എഴുന്നേൽക്കുകയില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡ്രൈവറോട് അവിടെ ഇരുന്നോളാൻ പറയും. ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ മീനുകൾ ലക്ഷക്കണക്കിന് മീൻ ഇതിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. ഈ ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സാറെ കണ്ടോ, എൻ്റെ ഒരു വിരൽ അമ്പ്യൂട്ടഡാണ്. ഞാൻ സ്വിം ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോഴത്തേന് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു വിരൽ നഷ്ടപ്പെട്ടു എന്നുള്ളവർ ഞാൻ അന്നേരം തന്നെ റിയലൈസ് ചെയ്തു. കാരണം എനിക്ക് കാണാൻ എൻ്റെ മാംസമെല്ലാം ഇങ്ങനെ തൂങ്ങി ആടുന്നതും മീൻ അതിൻ്റെ പുറകെയൊക്കെ കൊത്താനായിട്ട് വരുന്നതൊക്കെ ആയിട്ട്. കേരള തീരത്തിനടുത്ത് 2 കപ്പൽ അപകടങ്ങൾ. എപ്പോഴാണ് ഈ കടലിൻ്റെ അടിത്തട്ടിലുള്ള ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുക? ഈ വലിയ ദൗത്യം നടത്തുന്നതിന് ഒരുപാട് ഏജൻസികളുണ്ട്. ദേശീയ തലത്തിലും ആഗോളതലത്തിലുമുള്ള ഏജൻസികളും സ്ഥാപനങ്ങളുമുണ്ട്. അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് DG ഷിപ്പിംഗ് ഉണ്ട്. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്, അപകടകരമായ ഒരു ദൗത്യമാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിനെയെല്ലാം അതിജീവിച്ചാണ് ഇവരുടെ പ്രവർത്തനം. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി തോമസ് എബ്രഹാം. അദ്ദേഹം 35 വർഷം ഈ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. സ്വാഗതം. താങ്ക് യു. ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ സാൽവേജ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം തീരെ പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു. സാൽവേജ് എന്താണ് അല്ലേ? സാൽവേജ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാൽവേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാധനവും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനം വെള്ളത്തിനടിയിലേക്ക് താന്നു പോയി കഴിഞ്ഞാൽ ആ താഴ്ചയിൽ അതിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് റിക്കവറി ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാൽവേജ്. അതായത് നമുക്കതിനെ തിരിച്ച് നമ്മുടെ സർഫസിലേക്ക് കൊണ്ടുവരിക, അതാണ് സാൽവേജ് എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു മീനിങ്. പിന്നെ അത് സാൽവേജ് എന്ന് പറയുമ്പോഴത്തേനും വളരെ സിമ്പിളാണെങ്കിലും ആ ഒരു സാൽവേജ് ഓപ്പറേഷൻ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. അതിനകത്ത് മുങ്ങിയ വസ്തുവിൻ്റെ ഭാരം, ഏത് ടൈപ്പിലുള്ളതാണ്, അത് ഏത് സ്ഥലത്താണ് മുങ്ങിയത്, എത്ര താഴ്ചയിലാണ് മുങ്ങിയത്, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ നേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. അപ്പം ഏതൊക്കെ അവസ്ഥകളിൽ നമുക്ക് ഈ സാൽവേജ് ഓപ്പറേഷൻ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് തന്നെ, ഒരു മേജർ ഹോംവർക്ക് തന്നെ നടത്തേണ്ടി വരും. അപ്പം ഒരു ഷിപ്പ് ഇപ്പം നമ്മുടെ കേരള തീരത്ത് ഇപ്പം മുങ്ങിയ ഒരു ഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷിപ്പിനും ഇതുപോലെ തന്നെ പല കമ്പനികളും അതിന് എൻഗേജ് ആയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും കൺസിഡർ ചെയ്യുന്നൊരു മെയിൻ ഫാക്ടർ ഒന്നിപ്പം വെതർ മോശമാണ്. ഈ വെതറിന് നമുക്കൊരു ഷിപ്പിന് അവിടെ ചെന്നിട്ട് ഡൈവേഴ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് അടിയിൽ പോയിട്ട് നമ്മുടെ ഹ്യൂമൻസ് അടിയിൽ പോകണം. മുങ്ങിക്കിടക്കുന്ന ഈ സാൽവേജ് ചെയ്യേണ്ട ഈ ഷിപ്പിന് അടിയിൽ ചെന്ന് അതിൻ്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് അത് സ്ട്രെയിറ്റ് അപ്പറേറ്റ് ആയിട്ടാണോ, നേരെയാണോ മുങ്ങിക്കിടക്കുന്നത്, അതോ അത് കമന്നാണോ കിടക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് ആദ്യത്തെ ഒരു ഫീസിബിലിറ്റി സർവേ ആദ്യം ഡൈവേഴ്സ് പോയിട്ട് ചെയ്യണം. അപ്പം ഡൈവേഴ്സിന് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് ഈ അടുത്ത മൺസൂണിലെങ്ങും നമുക്ക് അവിടെ ഒരു സേഫായിട്ടൊരു ഡൈവിങ് ഓപ്പറേഷൻ അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം വെതർ ഭയങ്കര മോശമാണ്. അപ്പം അത് ഒരു ഹഡിൽസ് നമുക്ക് ഈ സാൽവേജിൻ്റെ ആദ്യത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെതർ ആയിക്കഴിഞ്ഞാൽ ഒരു ഫീസിബിലിറ്റി സർവേ നടത്തി നേവൽ ആർക്കിടെക്ട്സ്, അതുപോലെ സാൽവേജ് എൻജിനീയേഴ്സ്, എക്സ്പെർട്ടീസ്, പിന്നെ ഡൈവ് സൂപ്രിൻറ്റൻഡൻറ്റ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ടോപ്പ് പ്രൊഫഷണൽസ് ഒരുമിച്ചിരുന്ന് അവർ ഈ ഷിപ്പിൻ്റെ ഒരു ഘടന അവർ രൂപപ്പെടുത്തിയെടുക്കും. ചിലപ്പം ആനിമേറ്റഡ് ഷിപ്പ് തന്നെ നമ്മൾ സ്ക്രീനിൽ ചെയ്തിട്ട് നമ്മൾ സാൽവേജ് ചെയ്യും, ആനിമേഷൻ നടത്തി സാൽവേജ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒത്തിരി ബോയൻസി ടാങ്കുകളുണ്ട്. ഈ ഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150-200 മീറ്ററുള്ള ഒരു ഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്യാരി ചെയ്യുന്ന ഭാഗമുണ്ട്, ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ബെല്ലാസ് ടാങ്കുകളുണ്ട്, എൻജിൻ റൂമുണ്ട്, അക്കോമഡേഷനുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിനെ ആങ്കർ ചെയ്യാനായിട്ടുള്ള ഫോർകാസ്റ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഷിപ്പ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നേവൽ ആർക്കിടെക്ട്സ് കറക്റ്റായിട്ട് വെതർ, വിൻഡ് സ്പീഡ്, കറണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിന് വോയേജ് ഡിസ്റ്റൻസ്, എത്ര സമയത്തിനുള്ളിൽ എത്തണം, അപ്പോൾ അതിൻ്റെ സ്പീഡ്, നോട്ടിക്കൽ മൈൽ, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ലൈക്ക്
സാധാരണ ഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 to 20 നോട്ട് സ്പീഡാണ് പെർ അവർ സാധാരണ ഒരു കണ്ടെയ്നർ കാരിയർ. കാരണം അവർക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെന്നെങ്കിൽ കാരണം ടൈം ഈസ് മണി. ഒത്തിരി കണ്ടെയ്നേഴ്സ് അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോഡ് ചെയ്തിരിക്കുന്ന ഈ കണ്ടെയ്നർ തന്നെ പല ബല്ലാസ്റ്റ് ടാങ്കുകൾ ബാലൻസ് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഡീബല്ലാസ്റ്റ് ചെയ്ത് ഷിപ്പിനെ ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് എപ്പോഴും നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ഷിപ്പ് മുങ്ങാൻ കാരണമായത്. ഇനിയിപ്പോൾ അത് മുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്രൈറ്റ് ആയിട്ട് മുങ്ങണമെന്നില്ല, അത് ചെരിഞ്ഞായിരിക്കും മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫീസിബിലിറ്റി സർവേ നടത്തിയതിന് ശേഷം ഒരു ചോക്കൗട്ട് പ്ലാൻ ഉണ്ടാക്കും. പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അറകളിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ, ഏതൊക്കെ ബോയൻസി ടാങ്കുകൾ ഫിറ്റാണ്, അതായത് നമുക്ക് ബോയൻസി വേണം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ. ഒരു ക്രെയിനൊന്നും ചെന്നിട്ട് നമുക്ക് ഒരു ക്രെയിനും ലോകത്തിൽ ഒരു ഷിപ്പിനെ നേരിട്ട് പോക്കാനായിട്ടുള്ള സംവിധാനത്തിലുള്ള ഒരു ക്രെയിനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അത്രയും ഹെവി ആയിട്ട്. ഇത് നമ്മൾ ബോയൻസി, അതായത് നമ്മുടെ മർദ്ദം എയറിനെ അകത്ത് പമ്പ് ചെയ്തിട്ട് അതിനെ വെള്ളം ഡീബലാസ്റ്റ് ചെയ്യും, അതായത് വെള്ളം പമ്പ് ഔട്ട് ചെയ്യും, കപ്പലിൻ്റെ അകത്തേക്ക് എയർ പമ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രോയിങ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഏതൊക്കെ ബാലൻസ്, അതായത് ഇപ്പോൾ ഷിപ്പ് ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നമുക്കിപ്പം ബാക്ക് സൈഡാണ് ഹെവി പാർട്ട്, അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ബലാസ്റ്റ് ടാങ്കുകൾ, മെയിൻ ടാങ്കുകൾ എല്ലാം സീൽ ചെയ്തിട്ട് സബ്മേഴ്സ്ഡ് മോട്ടർ ഇട്ടിട്ട് നമ്മൾ പമ്പ് ഔട്ട് ചെയ്യും വെള്ളം പമ്പ് ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണ് അല്ലേ. ആംബിയൻ പ്രഷർ ചിലപ്പം ഇപ്പോൾ 50 മീറ്റർ ആണെന്ന് പറയുമ്പോൾ 6 ബാർ പ്രഷർ എക്സ്റ്റേണലി ഈ ഷിപ്പിനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ബാറിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയുമ്പോഴത്തേന് അഡീഷണൽ 5 ബാർ ഇതിനെ സ്ക്യൂസ് ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ തിരിച്ച് സെയിം ഈക്വൽ പ്രഷറിലേക്ക് എയർ പമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തേരം വെള്ളം പമ്പ് ഔട്ട് ചെയ്യുന്നു സെയിം ഈക്വലൻ്റ് എയർ അകത്തേക്ക് പമ്പ് ചെയ്യും. അങ്ങനെ ആ ഏരിയ ഡ്രൈ ആവുമെന്നുള്ള വിവരം നമുക്ക് മേളിൽ നമുക്ക് സിഗ്നലുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആ ബലാസ്റ്റ് ടാങ്ക് എം ടി ആയി. പിന്നെ അവരെന്നായെന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കും നമ്മുടെ സിസ്റ്റത്തിൽ ഈ ബോയൻസി ടാങ്ക് എം ടി ആയി കഴിഞ്ഞാൽ അവിടെ എത്ര ടണ്ണേജ് ലിഫ്റ്റിങ് അതിനെ ആക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പല അറകൾ 1, 2, 3, 4 എന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പമ്പ് ഔട്ട് ചെയ്യും. പമ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൈറ്റ് ആക്കാനാണെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് ഏത് രീതിയിലാക്കാം. അപ്പോൾ അതിന് സംവിധാനത്തിന് എയർ ലിഫ്റ്റ് ചെയ്യണം, വാട്ടർ ജെറ്റ് ചെയ്യണം, സീല് ചെയ്യണം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ചിലപ്പോൾ എൻജിൻ റൂമിനകത്ത് തന്നെ ഡൈവേഴ്സ് പോയിട്ട് പല ഭാഗങ്ങളും പാർട്ട് ബൈ പാർട്ടായിട്ട് സെക്യൂർ ചെയ്യണം. ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള ഒരു വർക്കാണ്. അപ്പം ഈ 50 മീറ്റർ താഴ്ചയിൽ നമുക്കൊരു ആൾക്കാർക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours നമ്മളിപ്പം പറമ്പിൽ പണിയുന്ന പോലെയോ കരയ്ക്കൂടെ പണിയുന്ന പോലെയോ ഒന്നും ആർക്കും അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡി ഈ 1 atmosphere അല്ലെന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം പ്രിപ്പറേഷൻസാണ് ഒരു മുങ്ങൽ വിദഗ്ധന് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രക്ഷാസംഘം എടുക്കുന്നത്? നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള തീരത്ത് തന്നെ ഒരു ഷിപ്പ് മുങ്ങി 51 മീറ്ററിലാണ് ഷിപ്പ് കിടക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അല്ലേ. അതിൻ്റെ ഫീസിബിലിറ്റി സർവേ ഒരു പക്ഷേ അവർ ചെയ്ത് കാണും. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഷിപ്പ് എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അടുത്ത പ്ലാനിങ് സെക്ഷനാണ് അടുത്തത്. നമ്മളിതിനിപ്പം ക്രെയിൻ പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം എത്ര ടണ്ണുള്ള ക്രെയിൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അവർ നോക്കും ഇത് ബാർജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാൽവേജ് വേണോ അതോ ഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാൽവേജ് വേണോ എന്നുള്ളത്. അപ്പം ബാർജ് എന്ന് പറയുമ്പോഴത്തേന് 8 point mooring ഉള്ള ബിഗ് ബാർജ് 150 മീറ്റർ ലോങ് 30 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഹെവി ക്രെയിൻ ആയിട്ടുള്ള 5000 ടൺ ക്രെയിനും ഒക്കെ ആയിട്ടുള്ള വലിയ ബാർജുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 point mooringലേ നിൽക്കുകയുള്ളൂ. അത് DP അതായത് ഡൈനാമിക് പൊസിഷനല്ല. അപ്പം 8 point mooring ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെതർ ഫോർകാസ്റ്റ് നമുക്ക് ഒരു കാരണവശാലും ഒരു ബാർജ് 8 point mooringൽ അവിടെ നിന്നിട്ട് നമുക്കൊരു ഡൈവിങ് ഓപ്പറേഷൻ അവിടെ സേഫായിട്ട് നടത്താൻ പറ്റില്ല. കാരണം വെതർ എപ്പോഴാണ് മോശമാകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും 8 point mooringൽ ഒരു വെസൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിൻഡ് വരുന്ന ഡയറക്ഷനിൽ നിൽക്കുന്നു, അടുത്ത വെതർ വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നു. അപ്പം ഈ വരുന്ന സ്ട്രെയിൻ എല്ലാം ഈ ചിലപ്പോൾ 8 ആങ്കറിലും ഹോൾഡ് ചെയ്യുകയല്ല, ചിലപ്പം 2 സ്ഥലത്തായിരിക്കും അതിൻ്റെ സ്ട്രെയിൻ വരുന്നത്. അപ്പം ആങ്കർ റോപ്പുകൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു അനദർ ആക്സിഡൻ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബാർജ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ഈ മൺസൂണിന് ശേഷം ബാർജ് പ്ലാൻ ചെയ്യും. ഇനി അല്ല എമർജൻസി ആണെങ്കിൽ ഡൈനാമിക് DP വെസൽ എന്ന് സാർ കേട്ടിട്ടുണ്ടോ? ഡൈനാമിക് പൊസിഷൻ വെസൽ, അതായത് സാറ്റലൈറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള വെസലുണ്ട്. അതിൽ കമ്പ്യൂട്ടറാണ് അതിൻ്റെ എഞ്ചിനെല്ലാം കംപ്ലീറ്റ് ഓട്ടോ പൈലറ്റിംഗ് ആണ്. എഞ്ചിൻ കംപ്ലീറ്റ് അതിനകത്ത് ആങ്കർ ചെയ്യേണ്ട, നമുക്ക് ഷിപ്പിൻ്റെ നേരെ മേളിൽ പോയി സാറ്റലൈറ്റുമായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിപ്പ് ഏത് വെതറാണേലും വിൻഡാണെങ്കിലും ഒരു പരിധി വരെ
അതിലും വലിയ സൈക്ലോണൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന വിൻഡിനും വെതറിനും അനുസരിച്ച് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അവർക്ക് എപ്പം വേണമെങ്കിലും തിരിഞ്ഞു നിന്ന് സേഫായിട്ട് ഒരു ഡൈവിങ് ഓപ്പറേഷൻ ഈ വെതറിൽ നടത്താൻ പറ്റും. കൊച്ചിയിൽ ഇപ്പം മുങ്ങിയ കപ്പൽ, ആ കപ്പലിൻ്റെ ഇത് ടാങ്കെല്ലാം സുരക്ഷിതമാണ്, എല്ലാം അടച്ചിട്ടുണ്ട്, ചോർച്ചയൊന്നും കാര്യമായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ കുറച്ചു കാലം ഈ കപ്പൽ താഴെ അടിത്തട്ടി കിടക്കുമ്പോൾ അതിന് ബലക്ഷയം ഉണ്ടാവില്ലേ? ഈ ടാങ്കുകൾക്കൊക്കെ ബലക്ഷയം ഉണ്ടാവില്ലേ? തീർച്ചയായും. കാരണം സ്റ്റീൽ എവിടെ കിടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊറോഷൻ ഉണ്ടാവും അതിൽ. അപ്പം ഞങ്ങൾക്കറിയാം, എൻ്റെ ഡൈവിങ് എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ പല വർഷങ്ങൾക്ക് മുമ്പ് വീണ പല ഓയിൽ ഫീൽഡിലൊക്കെ വലിയ പൈപ്പുകളൊക്കെ താഴെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ റിക്കവർ ചെയ്യാറുണ്ട്. റിക്കവർ ചെയ്യുമ്പോഴത്തേനും അത് എടുക്കുമ്പോഴത്തേനും കണക്ട് ചെയ്യുമ്പോഴത്തേനും തന്നെ ഒടിഞ്ഞു പോകും. കാരണം അത് തിക്നെസ് അത്രയും 20 mm തിക്കുള്ള പൈപ്പായിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും അത് 10 mm അല്ലെങ്കിൽ 5 mm ആയിട്ട് ചുരുങ്ങിപ്പോവും. കാരണം കൊറോഷൻ വളരെ ഫാസ്റ്റാണ് കടലിനടിയിൽ. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങൾ ആകും തോറും ഇത് കൊറോഡഡ് ആയിട്ട് ഇതിൻ്റെ ടാങ്കുകളൊക്കെ തന്നെ ഡാമേജ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഡാമേജ് ആവും. അപ്പോൾ അതിനു മുമ്പ് ഷിപ്പ് സാൽവേജ് ചെയ്യണം. എന്നാലേ നമുക്ക് ഷിപ്പ് സാൽവേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഷിപ്പ് സാൽവേജ് ചെയ്യാൻ. അത് വീക്കായിക്കൊണ്ടിരിക്കും, അപകട സാധ്യതയും കൂടും. അതെ, കാരണം അപകട സാധ്യത കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഷിപ്പ് പതുക്കെ വെതർ വരുമ്പോഴത്തേനും നല്ല സൊല്ല് വരുമ്പോഴത്തേനും അതിനൊരു ചെറിയൊരു ഓസിലേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഡെഡ് വെയിറ്റ് അല്ലേ, അത് ഇരിക്കുന്ന ഭാഗത്തോട്ട് താന്നു പോകും. കാരണം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ആ ഏരിയയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പ് താഴോട്ട് ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ലിഫ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബെല്ലി ലൈനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ പണിയാവും, ഭയങ്കര മേജർ വർക്കാണ്. പിന്നെ ഒരു ബെല്ലി ലൈൻ ഇട്ടിട്ട് ഇതൊന്ന് സാൽവേജ് ചെയ്ത് അപ്പറേറ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊച്ചിയിലെ മുങ്ങിക്കിടക്കുന്ന കപ്പലിൽ ഏത് തരത്തിലുള്ള ഡൈവിംഗ് ആയിരിക്കും ചെയ്യുക? ഒരുപാട് ഡൈവിങ്ങിനെ കുറിച്ചും ഒക്കെ പല വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എയർ ഡൈവിങ്, സാച്ചുറേഷൻ, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് പദങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. ഡൈവിംഗ് എന്ന് ഞാൻ സാറിന് നേരത്തെ പറഞ്ഞല്ലോ, എഗൻസ്റ്റ് നേച്ചറാണ് നമ്മൾ പോണത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒഴുക്കിനെതിരെയുള്ള ഒരു പോക്കാണ്. അപ്പോൾ അതിനകത്ത് എയർ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ ഹെവി ഗ്യാസ്, ഓക്സിജൻ നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. അതാണ് 21 × 78 അല്ല 79%. അതിന് 50 മീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നൈട്രജൻ നമുക്കൊരു നാർക്കോട്ടിക് എഫക്റ്റ് ഉണ്ടാക്കും. തലയിൽ നമുക്കൊരു 2 പെഗ് അടിച്ച ഒരു ഫീല് കിട്ടും. ഒരു 30 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ എയർ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പെഗ് കഴിച്ച ഒരു ഫീല് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഒരു 2 പെഗ് കഴിച്ച ഒരു ഫീല് നമുക്കൊരു 50 മീറ്ററിലേക്ക് എത്തുമ്പോഴത്തേനും ഉണ്ടാവും. അതായത് ആൾ മേളിൽ എന്ന് പറയുന്നത് സൂപ്പർവൈസർ പറയുന്നത് ചിലപ്പം കേൾക്കണമെന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ നമ്മുടെ നൈട്രജന്. അതിന് നൈട്രജൻ നാർക്കോസിസ് എന്ന് പറയും. അപ്പം എയർ ഇൻടേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഓവർകം ചെയ്യാം. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ നമുക്ക് ബോട്ടം ടൈം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഈ 50 മീറ്ററിലാണ് ഇപ്പോൾ ഈ ഷിപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു എയർ ഡൈവിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 12 ഡൈവേഴ്സിനെ വെച്ച് നമുക്ക് ചെയ്താൽ കൂടി വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ പ്രൊഡക്ഷൻ ടൈം കിട്ടുള്ളൂ. 12 hours-ൽ 2 hours കിട്ടുള്ളൂ. അപ്പോൾ 12 hours-ൽ നമുക്ക് ബോട്ടം ടൈം ഡൈവേഴ്സിന് സേഫായിട്ട് പോയി 2 മണിക്കൂർ പോയി ജോലി ചെയ്യാനേ പറ്റുള്ളൂ. ടോട്ടൽ 12 ഡൈവ്സിൽ 12 ഡൈവേഴ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എയർ ഡൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 hours മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ ടൈം കിട്ടും. ബാക്കിയുള്ള അപ്പ് ആൻഡ് ഡൗൺ, അതിൻ്റെ സേഫ്റ്റി, ഗോയിങ് ഡൗൺ ആൻഡ് കമ്മിങ് ബാക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻസ്പെക്ഷൻസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഷിപ്പ് സാൽവേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് സർഫസ് ഓറിയൻറ്റഡ് മിക്സ് ഗ്യാസ് ഡൈവാണ്. പിന്നെയുള്ള ഒരു സിസ്റ്റമാണ്. അതെന്ന് പറഞ്ഞാൽ 75 മീറ്റർ വരെ നമുക്ക് ഡൈവ് ചെയ്യാം. സർഫസ് ഓറിയൻറ്റഡ്, അതും ആംബ്ലിക്കിൽ നമുക്ക് താഴോട്ട് മേളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, സർഫസ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് പോയി ഡൈവ് ചെയ്ത് തിരിച്ച് സർഫസിലേക്ക് തന്നെ വരാം. അതാ സർഫസ് ഓറിയൻറ്റഡ് ഡൈവിങ്. അതാണ് ഈ എയറും ഞാൻ പറഞ്ഞ ഈ മിക്സ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹീലിയം മിക്സ് ചെയ്യും. ഓക്സിജൻ്റെ പെർസെൻറ്റേജ്, നമ്മുടെ ശരീരത്തിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്ര നമ്മുടെ ശരീരത്തിന് സ്യൂട്ടബിൾ സേഫായിട്ടുണ്ടോ അത്ര ഓക്സിജൻ മിക്സ് ചെയ്തിട്ട് ഹീലിയം ബാക്കിയുള്ളത് മിക്സ് ചെയ്യും. നൈട്രജൻ്റെ സ്ഥാനത്ത് 78% നൈട്രജൻ ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് ഹീലിയം മിക്സ് ചെയ്യും. ഹീലിയം ഈസ് എ ലൈറ്റ് ഗ്യാസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്ര ഹെവിനെസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡൈവ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സമയം എടുക്കും. 5 hours എടുക്കും ഒരു ഡൈവ് തീരണമെങ്കിൽ. അവർക്ക് കിട്ടും 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ബോട്ടം ടൈം കിട്ടും. പക്ഷേ അവർക്ക് ഒരു 5 hours എടുക്കും ഒരു ഡൈവ് തീരണമെങ്കിൽ.
താഴേന്ന് എയർ ബ്രീത്ത് ചെയ്ത് ബോട്ടം മിക്സ് ഹീലിയം ബ്രീത്ത് ചെയ്ത് അടിയിൽ ചെന്ന് വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേന് തെറാപ്പറ്റിക് ഗ്യാസിലേക്ക് ചേഞ്ച് ചെയ്ത് അവിടുന്ന് ചേംബറിലേക്ക്, അതായത് സർഫസ് വന്നതിന് ശേഷം ചേംബറിലിരുന്ന ഇവിടെ 2 മണിക്കൂർ ഓക്സിജൻ, ഇങ്ങനെ ടോട്ടൽ ഒരു ഡൈവ്. അതൊരു വലിയ നീളമുള്ള ഒരു ഡൈവാണ്. അതും ഇതിനകത്ത് പ്രാക്ടിക്കലല്ല. പിന്നെയുള്ളത് സാച്ചുറേഷൻ ഡൈവിങ്. സാച്ചുറേഷൻ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു 8 hours ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ആ പ്രഷറുമായിട്ട് സാച്ചുറേറ്റ് ആവും, ഒരു ഈക്വിലിബ്രിയം ആവും. നമ്മുടെ ആ ശരീരത്തിലേക്ക് പിന്നെ വേറൊരു ഗ്യാസ് കയറില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ബോഡി ഈ അന്തരീക്ഷത്തിൽ സാച്ചുറേറ്റഡ് ആണ്. അപ്പം ഈ ഷിപ്പ് കിടക്കുന്ന 50 മീറ്ററിലാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ DP ഡൈനാമിക് പൊസിഷൻ വെസലിലെല്ലാം സാച്ചുറേഷൻ ഡൈവ് സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ചേംബർ എന്ന് പറഞ്ഞാൽ സാറിന് അറിയാം, നമുക്ക് ഈ ഫ്യൂവൽ ടാങ്കൊക്കെ കൊണ്ടുവന്ന വലിയ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ചേംബർ പോലത്തെ ചേംബറുകൾ, ലിവിങ് ചേംബറുകൾ ഷിപ്പിലുണ്ടാവും. അതിൽ നിന്ന് ഒരു ക്യാപ്സൂൾ, അതായത് ഒരു ബെല്ല് വെള്ളത്തിനടിയിലേക്ക് പോയി, അപ്പോൾ ഷിപ്പിൻ്റെ നടുക്കൊരു മൂൺ പൂൾ പോലെ ഒരു മൂൺ പൂൾ കാണും. അതിൽ കൂടെ ഈ ബെല്ല് പോയിട്ട്, അപ്പോൾ ഒരു 3 പേര് വെച്ച് 12 പേരായിരിക്കും, അല്ല ഒരു 9 പേരായിരിക്കും ഒരു ടീമിലുള്ളത്. അവരെ ആ ഡെപ്തിലേക്ക് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 28 days ആ ഡെപ്തിൽ ഈക്വിലിബ്രിയമാവും അവരുടെ ബോഡി. അവർക്ക് എത്ര നേരം വേണേലും ഈ ഡെപ്തിൽ വർക്ക് ചെയ്യാം. പക്ഷേ അവർക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാനായിട്ട് അടുത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഡിസോൾവ് ആയിരിക്കുന്ന കംപ്ലീറ്റ് ഗ്യാസ്, ഈക്വിലിബ്രിയം ആയിരിക്കുന്ന ഗ്യാസ് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 50 മീറ്റർ ഡെപ്തിൽ ഡൈവ് ചെയ്യുന്ന ഒരു ടീമിനെ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 28 days അവർ ആ ഡെപ്തിൽ വർക്ക് ചെയ്ത്, അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ബോട്ടം ടൈം കിട്ടും. 8 hours ആണ് ഒരു ടീമിനുള്ളത്. അവർ ക്യാപ്സൂളിൽ പോകും, ക്യാപ്സൂൾ വെള്ളത്തിനടിയിൽ പോകും. അവർക്കൊരു 8 hours ആണ്. നമ്മുടെ റെഗുലേഷൻ പറയുന്ന 8 hours ആണ് ഡൈവിങ് ടൈം. 8 hours അവരുടെ പ്രൊഡക്ഷൻ ടൈം. അതിനകത്തൊരു 6 hours അവർക്ക് വർക്കിംഗ് പ്രൊഡക്ഷൻ ടൈം കിട്ടും. ഈ സാൽവേജിങ്ങിന് ഇടയ്ക്ക് സാറിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? സാൽവേജിങ്ങിന് ഇടയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ടൈപ്പിലുള്ള ഡൈവിങ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓയിൽ ഫീൽഡിൽ ഡൈവ് ചെയ്യുന്നുണ്ട്, സാൽവേജ് ഉണ്ട്, ഡാം സൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷിപ്പ് യാർഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആക്സിഡൻറ്റ് ഇപ്പം സാറ് കണ്ടോ, എൻ്റെ ഒരു വിരൽ അമ്പ്യൂട്ടഡ് ആണ്. ഇതൊരു ഡൈവിങ് ആക്സിഡൻറ്റിൽ സംഭവിച്ചത്. ഒരു പൈപ്പ് ലൈൻ്റെ ഇടയ്ക്ക് 2 പൈപ്പ് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വിരൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ക്രെയിനിൽ താത്തിട്ടിരിക്കുന്ന ഒരു വലിയ പൈപ്പ് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പം ഷിപ്പ് വെള്ളത്തിൽ നിന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, അപ്പം ക്രെയിനും അതുപോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആ കറക്റ്റ് പർട്ടിക്കുലർ ടൈമിൽ അതിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശകല ശ്രദ്ധ മാറിപ്പോയതുകൊണ്ട് ഗ്ലൗസ് ആദ്യം ട്രാപ്പായി, അടുത്ത ഇമ്പാക്റ്റിന് എൻ്റെ ഈ വിരൽ ക്രഷായിപ്പോയി, കറക്റ്റ് സ്മാഷായിപ്പോയി. അപ്പം സേഫ്റ്റി, അതാണ് ഞാൻ പറഞ്ഞത്, ആക്സിഡൻറ്റുകൾ ഒത്തിരി ഉണ്ടാവും. അതിനകത്ത് നമ്മളും അതിനകത്ത് നമുക്ക് ആസ് എ ഡൈവർ ഒരു റെസ്പോൺസ്. ആ സമയത്ത് മേളിൽ റിപ്പോർട്ട് ചെയ്തു, സൂപ്പർവൈസർക്ക് കാണാം, കമ്മ്യൂണിക്കേഷനിൽ കണ്ടു പുള്ളിക്കാരൻ. അന്നേരം തന്നെ എന്നെ തിരിച്ച് മേളിലെത്തി. പിന്നെ അതുപോലെ തന്നെ അത് അജ്മാനിൽ വെച്ചായിരുന്നു. അജ്മാനിൽ വന്ന് അവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഈ വിരൽ അമ്പ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം കംപ്ലീറ്റ് സ്മാഷ് ആയിപ്പോയിരുന്നു, ക്രഷായിപ്പോയി, കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ചതഞ്ഞരഞ്ഞു പോയി. അത് നമുക്ക് കാണാം. അത് നല്ല തണുപ്പുള്ള സമയം, ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അധികം പെയിനൊന്നും ഉണ്ടായില്ല. ഈ ഡീപ്പ് ആയിട്ടുള്ള വൂണ്ടുകൾക്കൊന്നും വലിയ പെയിനുണ്ട്. കാരണം ബ്രെയിനിലേക്ക് ഈ കമാൻഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ മുറിവുകൾക്കൊന്നും അറിയാം. അപ്പോൾ എനിക്ക് വലിയ മുറിവൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ സ്വിം ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോഴത്തേന് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു വിരൽ നഷ്ടപ്പെട്ടു എന്നുള്ളവർ ഞാൻ അന്നേരം തന്നെ റിയലൈസ് ചെയ്തു. കാരണം എനിക്ക് കാണാൻ എൻ്റെ മാംസമെല്ലാം ഇങ്ങനെ തൂങ്ങി ആടുന്നതും മീൻ അതിൻ്റെ പുറകെയൊക്കെ കൊത്താനായിട്ട് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും അറിയാം, നമുക്കറിയാം. അത് ഡൈവിങ് ആക്സിഡൻറ്റുകൾ ഒത്തിരി ഉണ്ട്, കോമൺ ആയിട്ട് ഒത്തിരി ആക്സിഡൻറ്റ്, ഒത്തിരി ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇല്ല, ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് ഇല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റും? എങ്ങും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു ചലഞ്ചിങ് ആണ്. അപ്പം പിന്നെ ഈ വർക്ക് ചെയ്യാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ, അല്ലേ? എല്ലാവരും പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലും ഈ കാര്യങ്ങളും എക്സ്പ്ലോറേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പോകണം. അതെ ശരിക്കും കളിയിലേക്ക് പൊതുവെ അങ്ങനെ ആളുകളാരും. പക്ഷേ ഇതിൻ്റെ ഒരു കളിയിലേക്ക് പോകാനായിട്ടുള്ള മെയിൻ കാര്യം ഒന്ന് നമുക്ക് ഒരു ചെറിയ സൊസൈറ്റി ചെയ്ത്. അപ്പം എനിക്ക് അമേരിക്കയിലും UK യിലും ഓസ്ട്രേലിയയിലൊക്കെ ഫ്രണ്ട്സുണ്ട്. ഇവരൊക്കെ ആയിട്ട് കണക്ഷനാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കും. അപ്പോൾ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം.
പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ട്രാവൽ ചെയ്യാം, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഡൈവിങ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ അഡ്വഞ്ചറസ് ലൈഫല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ അംബ്ലിക്കൽ, അതായത് ഈ ശ്വാസക്കൊള്ളികൾ നമുക്ക് അത് അമ്മയുടെ അംബ്ലിക്കൽ കോഡിൽ നിന്ന് നമുക്ക് ജീവശ്വാസം കിട്ടി എല്ലാം കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അംബ്ലിക്കൽ നമ്മൾ കൺട്രോൾ ഷിപ്പിൽ നിന്ന് ഒരു അംബ്ലിക്കൽ കോഡ് നമ്മുടെ ഹാറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഓക്സിജന്, നമുക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ സമയത്ത് മുകളിൽ നിന്നുള്ള ഷിപ്പിൽ നിന്ന് വരുന്ന ആ കോഡ് അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അതിനകത്ത് എന്ത് ഗ്യാസാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് അവിടെ എത്ര നേരം നിൽക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനാണ് ഈ സാച്ചുറേഷൻ സാർ പറഞ്ഞല്ലേ, സാച്ചുറേഷനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ആ സാച്ചുറേഷൻ മോഡിലേക്ക് ആൾക്കാർ എത്തുന്നത് അങ്ങനെയാണ്. നമ്മുടെ ബോഡിയെ ആ ഡെപ്തിലേക്ക് സാച്ചുറേറ്റ് ചെയ്യും. അപ്പം പിന്നെ അവിടെ ആ ആൾക്ക് ജീവിക്കാം. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും ഒത്തിരി പ്രിക്കോഷൻസ് ഉണ്ട്. അപ്പം ഒരു 50 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 to 4 days എടുക്കും നമുക്ക് സർഫസിലേക്ക് എത്താൻ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി, ആരെങ്കിലും മരിച്ചുപോയി, പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, അവിടെ നിന്ന് വെളിവരാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടു റിസ്കി. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് എത്ര കാലം ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ കിടക്കും, ഇത് എത്ര സമയമെടുക്കും? അതിനെക്കുറിച്ചുള്ള പുതിയ കരാറുകാരൊക്കെ വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിതിൻ 1 or 2 yearsനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ല എടുക്കാനായിട്ടോ സാൽവേജ് ചെയ്യാനോ സാർ ചോദിച്ചത്? സാൽവേജ് ചെയ്യാനായിട്ട് അത് ഞാൻ പറഞ്ഞില്ല, ഓരോ കമ്പനികൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ചില കമ്പനികൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യും, അണ്ടർ വാട്ടർ കട്ടിങ് ഉണ്ട്, ബേൺ ചെയ്തെടുക്കാം, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ടിങ് തന്നെ പല രീതിയിലുണ്ട്. മുറിക്കും, നടുവേ മുറിക്കും. നടുവേ മുറിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 ബാർജ് വന്ന് 2 ക്രെയിൻ നിൽക്കും 2 സൈഡിലും. എന്നിട്ട് വലിയ ചെയിനുണ്ട്, ഈ ആങ്കർ ചെയിൻ പോലത്തെ വലിയ ചെയിനുണ്ട്. ആ ചെയിൻ ഷിപ്പിൻ്റെ അടിവഴി എടുക്കും. എന്നിട്ട് 2 ക്രെയിനിൽ കൂടെ ഇത് അപ്പ് ആൻഡ് ഡൗൺ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും, വലിച്ചുകൊണ്ടിരിക്കും, ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് ലൂസ് ചെയ്യും, അപ്പുറത്തെ ഷിപ്പ് ക്രെയിൻ ടൈറ്റ് ചെയ്യും, ഇവിടുന്ന് വീണ്ടും പുള്ളി ചെയ്യും, അപ്പോൾ അവിടെ സ്ലാക്ക് ചെയ്യും. അപ്പോൾ ഈ സ്റ്റീലല്ല, സ്റ്റീൽ ടു സ്റ്റീൽ റബ്ബായിട്ട് അവിടെ എല്ലാം കംപ്ലീറ്റ് ഏത് മെഷീനോ എന്താണെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു വിതിൻ 1 or 2 weeksനകത്ത് ആ എത്ര വലിയ ഷിപ്പാണല്ലോ അത് 2 ആവും. കപ്പൽ മുറിക്കാനായിട്ട് 2 ആഴ്ച ഒരു പാർട്ടായിട്ട് മുറിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്ലാനിങ് ഉണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷിപ്പ് ഒന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് സാൽവേജ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പമ്പ് ഔട്ട് ചെയ്യാം. അപ്പം പമ്പ് ഔട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അറകളെപ്പറ്റി നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം, വേണം. ഓരോ അറയ്ക്കും എത്ര ബോയൻസി കപ്പാസിറ്റി ഉണ്ട്, എത്ര ടണ്ണേജ് കപ്പാസിറ്റി ഉണ്ട്. കാരണം ഒരു ഷിപ്പിനൊരു ഗ്രോസ് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനനുസരിച്ച് ഏതൊക്കെ ബോയൻസി ടാങ്കുകൾ എംറ്റി ചെയ്യണം, ഏതൊക്കെ എംറ്റി ചെയ്യണം, ഏതൊക്കെ ബല്ലാസ്റ്റ് ചെയ്തെങ്കിൽ അത് അപ്രൈറ്റ് ആയിട്ട് മേളി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തലയും കുത്തി വരും. തലയും കുത്തി വന്നാൽ വീണ്ടും ഈ എയർ എസ്കേപ്പായിട്ട് വീണ്ടും താന്നു പോകും. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഷിപ്പ് 1 day ഷീ വിൽ ഫ്ലോട്ട്. അതിന് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാൽവേജ് മാസ്റ്റേഴ്സ് വേണം. 35 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് കടൽ ജീവിതത്തെ നിങ്ങൾ കാണുന്നത്? അതിൻ്റെ ആ പഴയ 19കാരൻ്റെ മനസ്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നുണ്ടോ, അതോ വീണ്ടും അതിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു? അതെ, കടലിൽ ആദ്യം ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ കടലിനെ പറ്റി ഭയങ്കര ആകാംക്ഷയായിരുന്നു, പേടിയായിരുന്നു. കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരാവസ്ഥയാണ്. നമുക്ക് കടലിൻ്റെ സൈഡിൽ ചെല്ലുമ്പം തന്നെ നമ്മൾ നോക്കുമ്പം അനന്തമായ കടലിങ്ങനെ കിടക്കുന്നു, വെള്ളമാണ്. എങ്ങനെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റുമോ? തുടക്കത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഡൈവിങ്. അത് കഴിഞ്ഞ് സാവധാനം നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കടലിനടിയിലുള്ള സീനുകൾ, ഒത്തിരി നല്ല സീനറീസ് ഉണ്ട്. നമുക്ക് ആരും കാണാത്ത കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മീനൊക്കെ രാത്രിയിൽ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കൂ? മീൻ പ്ലാറ്റ്ഫോമിൽ നല്ല പട്ടുമത്തേ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങും അവർ കിടന്നിട്ട്, നല്ലപോലെ ഉറങ്ങും. നമ്മൾ ഏതെങ്കിലും തട്ടി വിളിച്ചാൽ പോലും എഴുന്നേൽക്കുകയില്ല, അതുപോലെ ഉറങ്ങും. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ഒത്തിരി സീനറീസ്, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ കടലിൻ്റെ അടിയിൽ. അടിത്തട്ടിലാണ് കൂടുതൽ ഭംഗി. അതെ, കടലിൻ്റെ അടിത്തട്ടിലെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ എത്ര അടിയിലോട്ട് പോകുന്നു അത്രയും ഭംഗി കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ കോറൽ ഡൈവിങ്, ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സ്ക്യൂബ ഡൈവിങ് നടക്കുന്നുണ്ട്. സ്ക്യൂബ ഡൈവിങ്ങിൽ നമുക്ക് സ്ക്യൂബ ഡൈവിങ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ഡൈവിങ്, അത് പ്രൊഫഷണൽ ഡൈവിങ് അല്ല. അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഡൈവിങ്ങിൽ വലിയ മീനൊക്കെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും പ്ലാറ്റ്ഫോമിൽ നോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ അമൂർ, അതായത് ഒരു 200 കിലോയൊക്കെയുള്ള അമൂർ, അല്ലെങ്കിൽ ഒരു 100 കിലോകളൊക്കെ അമൂർ വരും. അമൂർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ നോക്കിയിരിക്കും. അവർ നോക്കിയിരിക്കും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെ ബെല്ലിൽ കൊണ്ട് തിരിച്ചാക്കിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യും.
അടുത്ത ദിവസം വരുമ്പോഴത്തേനും അവർ തിരിച്ച് ആ സമയത്ത് തന്നെ അവിടെ വന്നിട്ട് നമ്മളുമായിട്ട് നമ്മളൊരു കൈ നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കൈയെല്ലാം പാലിച്ച് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫ്രണ്ട്ലി ആകുന്ന ഒത്തിരി മീനുകളുണ്ട്. അപകടകാരികളും അല്ലല്ല, അപകടകാരികൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനടി ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല, അതിൻ്റെ കളർ എന്താണെന്ന് അറിയില്ല. അത് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പോയിസൺ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഒത്തിരിയുണ്ട്. അത് പക്ഷേ നമ്മൾ ഫുൾ സ്യൂട്ട് ഇട്ട് പോകുന്നതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യില്ല. അതിങ്ങനെ നമ്മുടെ ദേഹത്തിൻ്റെ അടുത്തുകൂടിയൊക്കെ കയറി അങ്ങ് പോകും. ചിലരുടെ ഹാർട്ടിൻ്റെ അടിയിലൊക്കെ കയറി കഴിയുമ്പോൾ പ്രശ്നമാണ്. അന്നേരം അവർ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും. അങ്ങനെ തിരിച്ചു വരും. പിന്നെ രാത്രിയിലാണ് ഇവരുടെ ഏറ്റവും പ്രശ്നമുള്ളത്. മീനാണെന്ന് പറഞ്ഞാലും പാമ്പാണെന്ന് പറഞ്ഞാൽ ഹാർട്ട് ലൈറ്റ് വരുമ്പോഴത്തേനും അവർക്ക് പകല് കടലിനടിയിൽ ഇരുട്ടല്ലേ രാത്രിയിൽ. അപ്പോൾ നമ്മൾ ഈ ഫ്ലഡ് ലൈറ്റ് ഭയങ്കര പവർഫുൾ ലൈറ്റായി ഡൈവേഴ്സിൻ്റെ ഹാർട്ട് ലൈറ്റിലുള്ളത്. അപ്പോൾ അതിലേക്ക് ഇവർ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മീനുകൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യിപ്പിക്കില്ല. പല സമയത്തും മണിക്കൂറുകളോളം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡൈവറോട് ഇരുന്നോളാൻ പറയും. ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ മീനുകൾ ലക്ഷക്കണക്കിന് മീൻ ഇതിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. ഇയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. അതായത് കടലിന് ഞാൻ എത്ര കൂടുതൽ വർക്ക് ചെയ്യുന്നു അത്രയും ഞാൻ കടലിലേക്ക് ആകർഷണമായിട്ട് ഉള്ളെന്ന് ഞാൻ പറയാം. ഞാൻ ഇതുവരെ മടുപ്പുണ്ടായിട്ടില്ല. ഈവൻ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ടൂറിന് പോകുകയാണെന്നുണ്ടെങ്കിൽ വൈഫ് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതുവരെ ഈ കടലിനോട് മടുപ്പ് തോന്നിയിട്ടില്ല എന്ന് ചോദിക്കും. കാരണം ഞാൻ ബീച്ച് ഫ്രണ്ടാണ് പരമാവധി എടുക്കാറ്. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ സൗന്ദര്യം നീ കടലിലൊന്ന് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം നേരം വെളുത്ത് വരുമ്പോഴത്തേനുള്ള സൺറൈസും സൺസെറ്റും ഒക്കെ ആ ഒരു ഫീലുണ്ടല്ലോ, അത് ആ കടലിൽ നിന്നാലേ. കാരണം നമുക്ക് ചുറ്റും ഓഫ് ഷോറിൽ അങ്ങനെയാണല്ലോ, ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ചുറ്റും കടലാണ്. നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റ് വന്നിട്ട് ആ ഫീലായിട്ട് അങ്ങനെ അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കടലിൽ ഒറ്റയ്ക്ക് നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കരമാണ്. അതുകൊണ്ട് കടൽ ഒരു കാരണവശാലും ഒരു രീതിയിലും എനിക്കൊരു ബോറിംഗ് ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ഒരു ത്രില്ലിങ്. അതുപോലെ തന്നെ വെതർ മോശമാകുമ്പോഴത്തേനും ഭയങ്കര ഭീമാകരമായ വെതറൊക്കെ വരും. ഞങ്ങളുടെ ഷിപ്പിൻ്റെ മേളിൽ കൂടെ അടിച്ച് കയറി പോവും. ഷിപ്പിൻ്റെ ഡെക്കിൽ ചിലപ്പോൾ ഒരു 1 മീറ്റർ വെള്ളം കാണും. ഇതെല്ലാം ഒരു രസമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. വെതർ അങ്ങനെ ലൈഫ് അങ്ങനെയാണ്. അതായത് നമ്മുടെ ലൈഫ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ കുറച്ചുകൂടെ ടഫാക്കും. ഈ സാൽവേജ് രംഗത്തെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിശീലനമുള്ള മുങ്ങൽ വിദഗ്ധർ എത്ര പേരുണ്ടാവും? ഈ വളരെ വില പിടിച്ച ആളുകളാണ് ഇവർ. ഇപ്പം ഇവിടെ തന്നെ ആഗോളതലത്തിലുള്ള കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പം എത്ര പേര് ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു ടീം എങ്ങനെ, സാൽവേജ് ടീം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നല്ലേ സാർ ചോദിച്ചത്. സാൽവേജ് ടീം എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ബാർജാണ് വരുന്നതെങ്കിൽ ആദ്യം ഒരു ബാർജ് അല്ലെങ്കിൽ ഷിപ്പിനൊരു ക്യാപ്റ്റൻ കാണും. ആ ക്യാപ്റ്റൻ്റെ മറൈനായിട്ടുള്ള എൻജിനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു മറൈൻ ടീം ഉണ്ടാവും. അതൊരു 20 പേരായിരിക്കും ആവറേജ് ഉള്ള ഒരു ഷിപ്പിലുള്ളത്. ക്യാപ്റ്റൻ മുതൽ ചീഫ് എഞ്ചിനീയർ മുതൽ ബോട്ടത്തിൽ സീമൻ വരെയുള്ള 20 പേര് ആവറേജ്. അത് ഷിപ്പിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ടീമാണ് സാൽവേജ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്രെയിൻ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ക്രെയിൻ ഓപ്പറേറ്റർ കടലിൽ ഈ സ്വലിലും ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സിന് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഷിപ്പിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഫോഴ്സ് വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു സാധനം കടലിന് അടിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക, അതിന് മൂവ്മെൻ്റ് ഇല്ല, പക്ഷേ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ക്രെയിനിൽ ലോഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്വല്ലിന് ഭയങ്കര ഡൈനാമിക് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും, അല്ല ക്രെയിൻ ആക്സിഡൻ്റ് ആവും. അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അവരെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ചെറിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പം UK ഇങ്ങനെ സാൽവേജ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സാൽവേജ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രെയിൻ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ അവരെ കോൾ ചെയ്യും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ ക്രെയിനിൽ കണക്ട് ചെയ്യുന്ന റിഗേഴ്സ് ഉണ്ട്. അതായത് ഇതിൽ കണക്ട് ചെയ്യേണ്ട സാധനങ്ങൾ, സ്ലിങ്, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടണ്ണാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിഫ്റ്റ് ചെയ്യുന്ന സാധനത്തിന്, ഇതിൽ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് അതിലും കപ്പാസിറ്റി ഉള്ളതാണോ യൂസ് ചെയ്യുന്നത്, അത് സർട്ടിഫൈഡ് ആണോ, ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ടീം വേറെ. പിന്നെ ഡെക്ക്, ഇത് വരുന്ന സാധനം ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ടീം ഓൺ ബോർഡിൽ ഡെക്കിലുണ്ടാവും. ഇതായിരിക്കും സർഫസിലുള്ളൊരു ടീം. പിന്നെ വരുന്നത് ഭാഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പാർട്ടാണ് ഡൈവിങ്, വെള്ളത്തിനടിയിലുള്ള ആൾക്കാർ. അപ്പം നല്ല എക്സ്പേർട്ടായിട്ടുള്ള സാൽവേജ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ കളക്ട് ചെയ്യും. അവരെ എല്ലാവരെയും കൂടെ കളക്ട് ചെയ്തിട്ട് അവർക്കൊരു ടൂൾ ബോക്സ് ടോക്ക്, ഒരു ബ്രീഫ്, അതായത് നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത്, അതൊരു വലിയൊരു കിക്ക് ഓഫ് മീറ്റിംഗ് നടത്തും. ആദ്യം സാൽവേജ് തുടങ്ങുന്നതിന് മുമ്പ് കിക്ക് ഓഫ് മീറ്റിംഗ് നടത്തി ആരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിന് സാച്ചുറേഷൻ ആണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ, ഞാൻ പറഞ്ഞില്ല ഈ ചേംബർ പോലത്തെ ഒരു നമ്മൾ താമസിക്കുന്ന പോലത്തെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു റൂമായിരിക്കും, അത് പ്രഷറൈസ്ഡ് ആയിരിക്കും. അതിലേക്ക് അവരെ മാറ്റും. അവരിപ്പം 9 പേരായിരിക്കും സാധാരണ ഒരു സാൽവേജ് ടീമിനകത്തുള്ളത്.
9 പേരാണ് സാധാരണയുള്ളത്. ഒരു മുങ്ങൽ വ്യക്തി 9 പേര്, പിന്നെ 9 പേര് വെളിയിലും കാണും. അങ്ങനെ 18 പേര് കാണും. അപ്പോൾ 9 പേര് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് അടുത്ത 9 പേര് അകത്ത് കയറാൻ റെഡി ആയിരിക്കും. അപ്പോൾ ഒരു 2 months റൊട്ടേഷൻ എന്ന് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. ഒരു ടീം കയറി കഴിഞ്ഞാൽ അവർ 1 month നിന്നിട്ട് അവർ ഓഫ് പോകും. അപ്പോൾ അടുത്ത ടീം വരും. കാരണം കണ്ടിന്യൂ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 9 പേരിൽ 3 പേർക്ക് 8 hours ഷിഫ്റ്റ് കൊടുക്കും. 3 പേരാണ് ഒരു ക്യാപ്സൂളിനകത്ത് വെള്ളത്തിനടിയിൽ പോയി വർക്ക് ചെയ്യും. 8 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പോൾ അടുത്ത ഷിഫ്റ്റിലുള്ള ആൾക്കാർ ഈ ക്യാപ്സൂളിൽ കയറും, അവർ പോകും. അങ്ങനെ 24/7 ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സാൽവേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒത്തിരി ടൂൾസ്, ഒത്തിരി മെഷീനറീസ്, ഒത്തിരി സപ്പോർട്ടുകൾ, ലിഫ്റ്റ് ബാഗുകൾ. ഇപ്പം ഒരു ബോയൻസി ടാങ്ക് ഇപ്പം ഡാമേജായി, അപ്പോൾ അതിന് ബോയൻസി കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ബോയൻസി ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വെള്ളത്തിനടിയിൽ ഇറക്കിയിട്ട് ആ ഭാഗത്ത് അതിനെ സെക്യൂർ ചെയ്തിട്ട് അതിനകത്ത് എയർ കൊടുക്കും. പിന്നെ ലിഫ്റ്റ് ബാഗ്സ് ഉണ്ട്, 10 ton 20 tonൻ്റെയൊക്കെ ലിഫ്റ്റ് ബാഗുകളുണ്ട്. വലിയ വലിയ ബാഗ്, ബലൂൺ പോലത്തെ വലുത്. അതിനകത്ത് എയർ നിറച്ച് കഴിഞ്ഞാൽ പാരച്യൂട്ട് പോലെ നിൽക്കും. അത് നമുക്ക് എവിടെ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം 20 ടണ്ണിൻ്റെ ഒരു ലിഫ്റ്റ് ബാഗ് ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്ന ഈ 20 ടണ്ണ് സിംഗിൾ പോയിന്റിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും. ആ സ്ഥലത്ത് അവനെ റിഗ് ചെയ്യണം. റിഗ് ചെയ്തിട്ട് അതിനകത്ത് എയർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് 20 ടൺ ലിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലിഫ്റ്റ് ബാഗ്സ് കൊടുത്തിട്ട് ഈ സാധനം നമുക്ക് ഫ്ലോട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പമ്പ് ഔട്ട് ചെയ്യും. നല്ല ടാങ്കുകളെല്ലാം പമ്പ് ഔട്ട് ചെയ്യും. അപ്പം ബോയൻസി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് ഷീ വിൽ കം ടു സർഫസ് വിതൗട്ട് എനി ഡാമേജ്. സാറിൻ്റെ ഒരു നിഗമനത്തിൽ എത്ര സമയം കൊണ്ട് ഈ സാൽവേജ്, കൊച്ചിയിലെ ഈ കപ്പലിൻ്റെ സാൽവേജ് അത് കംപ്ലീറ്റ് ആകാൻ എത്ര സമയം എടുക്കും? എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 6 months എടുക്കും. 6 മാസം. 6 മാസം ഉണ്ടെങ്കിൽ നമുക്ക് സാൽവേജ് ചെയ്തെടുക്കാം. അതിനകത്ത് പല കണ്ടെയ്നറുണ്ട്. അത് കണ്ടെയ്നർ ആദ്യം ലിഫ്റ്റ് അതെല്ലാം സാൽവേജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ഷിപ്പ് അപ്രൈറ്റ് ആണോ എങ്ങനെയാണ് കിടക്കുന്നുള്ളതിനനുസരിച്ച് എണ്ണ അതിനകത്ത് കിടക്കുന്ന എണ്ണ ഞാൻ പറഞ്ഞില്ലേ സാർ, അത് വാട്ടർ ടൈറ്റ് ആയിരിക്കും. ടാങ്ക് നല്ല സേഫ് ആയിരിക്കും. കാരണം ടാങ്കിന് എക്സ്ട്രാ സേഫ്റ്റി പ്രിക്കോഷൻസ് കൊടുത്തിട്ടാണ് നമ്മളൊരു ഡീസൽ ടാങ്ക് ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ. അപ്പോൾ അതിനകത്ത് വാൽവുകൾ കാണും, പമ്പ് ഇൻ ചെയ്യാനായിട്ടുള്ള വാൽവ് കാണും, പമ്പ് ഔട്ട് ചെയ്യാനുള്ള വാൽവുകൾ കാണും. അപ്പോൾ എന്താ ഈ ടാങ്ക് അത് സെക്യൂർ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഞ്ചിനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും, അല്ലാതെ ഓപ്പൺ ആയിട്ട് എങ്ങും കിടക്കില്ല. അപ്പോൾ എവിടെയൊക്കെ ഈ എഞ്ചിൻ, അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് നേവൽ ആർക്കിടെക്റ്റ് കാണും, ചീഫ് എഞ്ചിനീയേഴ്സ് കാണും. ഈ ഷിപ്പിലെ തന്നെ ചീഫ് എഞ്ചിനീയേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം അവർക്ക് ഇതിൻ്റെ വെയർ അബൌട്ട്സ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഡൈവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യും വിത്ത് ദ ഡ്രോയിങ്. ഡൈവേഴ്സ് മുങ്ങിക്കിടക്കുന്ന ഷിപ്പിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൽ ചെന്നിട്ട് ഏതൊക്കെ വാൽവ് ക്ലോസ് ചെയ്യണം, എന്നിട്ട് അവിടെ മേളിൽ നിന്ന് നമുക്ക് സർഫസിലേക്ക് ലൈൻ കണക്ട് ചെയ്യും. എന്നിട്ട് അടുത്തൊരു ലൈനിൽ എയർ കണക്ട് ചെയ്യും. അപ്പോൾ എയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ആയിട്ട് ഈ ലൈന് വഴി കംപ്ലീറ്റ് ഡീസൽ നമുക്ക് മേളിൽ ഷിപ്പിൽ കളക്ട് ചെയ്യാം, വെള്ളത്തിൽ കലരാതെ. സാർ ഇപ്പം വർക്ക് ചെയ്യുന്ന ഈ ONGCയുടെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ONGC അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ട് ഞാൻ ദുലാം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ UAE-ലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, അവരുടെ ഷിപ്പ് ഇപ്പം ONGC ഫീൽഡിൽ, ONGCക്ക് മോർ ദാൻ 200 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓയിൽ ഫീൽഡുണ്ട് ബോംബെ ഹൈ എന്ന് പറയും. അവിടെ വൺ ഓഫ് ദി ഷിപ്പാണ് ഓറീസ് എന്ന് പറയുന്ന ഷിപ്പിൽ ഡൈവ് സൂപ്രണ്ടായിട്ടാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇൻസ്പെക്ഷൻ, അതായത് വെള്ളത്തിനടിയിൽ ഇപ്പം മേലിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കാണാം, മെയിൻ്റനൻസ് എല്ലാം നടക്കും. വെള്ളത്തിനടിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ആർക്കും അറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് പർപ്പസിന് വേണ്ടിയിട്ട് എവറി 5 years കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം സർവേ നടക്കും. സർവേ നടന്ന അതിനകത്തൊരു മെയിൻ്റനൻസ്, പിന്നെ അതുപോലെ തന്നെ സർവേ റിപ്പോർട്ട്. ഈ സർവേ നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള റെമഡിയൽ വർക്കുകളും കൂടെ ചെയ്തിട്ട് ഈ എന്തൊക്കെ റെമഡിയൽ വർക്കുകൾ ചെയ്ത് ഈ റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർ അടുത്ത 5 വർഷത്തേക്ക് ഇതിന് ലൈഫ് ഉണ്ടോ എന്നുള്ള സർട്ടിഫൈ ചെയ്യും. അതായത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുകളിലൊരു ടീമില്ലേ? അതെ. അവരിത് എത്ര പേരുണ്ടാവും? അതിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ബേബി ഡൈവറായിട്ട് തുടങ്ങിയത് 1986-ലാണ്. ഡൈവിങ് തുടങ്ങിയത് കൊച്ചിയിലൊരു കമ്പനിയിലാണ് ഡൈവിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ കുറേ നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിൽ കുറേ നാൾ വർക്ക് ചെയ്തു. അങ്ങനെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫാക്ടർ. കുറേ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പം ഒരു ബേബി ഡൈവറായിട്ട് വന്നു, കുറേ നാൾ ഡൈവ് ചെയ്തു, കുറേ എക്സ്പീരിയൻസ് ആയി, കുറേ ആക്സിഡൻറ്റുകൾ നമ്മൾ ഫേസ് ചെയ്തു, അതിനകത്ത് നിന്ന് കുറേ ലെസൺസ് ലേൺഡായി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ അവേഴ്സ്, അതായത് ഇംക എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ മറൈൻ കോൺട്രാക്ടേഴ്സ് ഓഫ് അസോസിയേഷൻ, അവരാണ് ഇപ്പം ഈ ഒരു ഗൈഡ് ലൈൻ നമ്മുടെ ഈ ഏഷ്യ, UK അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലെല്ലാം ചെയ്യുന്നത്. അമേരിക്ക വേറെ സെക്ഷനാണ്.
ഇവിടെ ചെയ്യുന്ന ഈ ഇംകായുടെ ഗൈഡ് ലൈൻ ഉണ്ട്. ഇതുപോലെ തന്നെ US നേവിനെ ബേസ് ചെയ്ത് കുറേ സേഫ്റ്റി ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ഓരോ ഡെപ്തിൽ എത്ര നേരം നിൽക്കാം. ഒരാൾക്ക് ഒരു ഡൈവിങ് കഴിഞ്ഞ് ഒരു സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര ഡെപ്തിൽ നീ ഇത്ര മണിക്കൂർ ഡൈവ് ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് എക്സ്പെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഡൈവർക്ക് മാത്രമേ ഒരു സൂപ്പർവൈസർ ആകാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം എനിക്ക് മാത്രമേ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് വേറൊരു ആളെ ഡൈവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ, ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ അതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്ര അവേഴ്സ് നമ്മൾക്ക് ഡൈവ്, അപ്പം 50 മീറ്ററിൽ ഇത്ര ഡൈവ്, 40 മീറ്ററിൽ ഇത്ര ഡൈവ്, ഇത്ര അവേഴ്സ് ഡൈവ്, അങ്ങനെ ഒരു റെഗുലേഷൻസ് ഇംക പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ UK ഇതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അവർക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും. ഞാനിങ്ങനെ എനിക്ക് സൂപ്പർവൈസർ കോഴ്സുണ്ട്, ആദ്യം സൂപ്പർവൈസർ കോഴ്സുണ്ട്. അത് UK ഫ്രാൻസിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഇന്ത്യയിലില്ലെങ്കിലും. അവിടെയെല്ലാം പോയി കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത്ര അവേഴ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് പാൻ ലെവർ എടുക്കണം. പാൻ ലെവർ ഇത്ര അവേഴ്സ് പാൻ ലെവർ എടുത്ത് കഴിയുമ്പോഴത്തേനെ ആസ് എ ട്രെയിനിങ് സൂപ്പർവൈസറായിട്ടിരുന്ന് വീണ്ടും സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് സൂപ്പർവൈസറുടെ അവേഴ്സ് അവിടുത്തെ ഡൈവ് സൂപ്രണ്ടൻ്റ് അപ്രൂവ് ചെയ്തിട്ട് ഏതെങ്കിലും നമ്മളെ ജോലി ചെയ്യുന്ന കമ്പനി നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. റെക്കമെൻഡ് ചെയ്ത് അത് UK പോയെങ്കിൽ മാത്രമേ അവർ സൂപ്പർവൈസർ എക്സാമിന് നമുക്ക് ടൈം തരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സേഫ്റ്റി ഫാക്ടേഴ്സ് ഒത്തിരി, ഫിസിയോളജി കംപ്ലീറ്റ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാകാൻ കടലിൽ പോകുന്നതിന് മുൻപ് നിങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം അങ്ങനെയല്ലേ ഒരു ഡോക്ടറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആകാനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? അവർ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച് അവർക്ക് വേണ്ട അറിവ് കിട്ടിയെന്ന് അവരുടെ മേളിലുള്ള ആൾക്കാർക്ക് അവർക്ക് അതോറിറ്റിക്ക് കൺഫേം ആയെങ്കിൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം ലൈഫുമായിട്ടാണ്, വി ആർ പ്ലേയിങ് വിത്ത് സംബഡീസ് ലൈഫ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനൊരാളെ വെള്ളത്തിനടിയിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾ ബേബി ഡൈവർ, അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല അല്ലേ. അയാളപ്പം ഓക്കെ സൂപ്പർവൈസർ പറഞ്ഞു ഞാൻ ഡൈവ് ചെയ്യാൻ പോകുന്നു, ഡൈവ് ചെയ്യുന്നു. ഈ സൂപ്പർവൈസർക്ക് റെസ്പോൺസിബിലിറ്റി ഈ ഡൈവറെ സേഫായിട്ട് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫായിട്ട് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത്, അത് ആ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സൂപ്പർവൈസർ A to Z അറിഞ്ഞിരിക്കണം. ഈ ഡൈവർ അടിയിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് കാണും, വെള്ളത്തിനടിയിൽ ചിലപ്പം കറണ്ട് ഉണ്ട്, ഡൈവർക്ക് ചിലപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഒരു സ്റ്റാൻഡ് ബൈ ഡൈവറെ, ഇപ്പോൾ ഒരു ഡൈവർ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ അൺകോൺഷ്യസ് ആകാം, ചിലപ്പം പുള്ളിയുടെ ആംബ്ലിക്കൽ എവിടെയെങ്കിലും പോയി ട്രാപ്പ് ആകാം, എന്തെങ്കിലും സാധനം പെട്ടെന്ന് ഇടിഞ്ഞ് വീണിട്ട് പുള്ളിയുടെ ആംബ്ലിക്കലിൻ്റെ മേളിൽ വീഴും. അപ്പോൾ ഈ ആംബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ സാറിന് എന്താണെന്നുള്ളത്? ആംബ്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഡൈനാമിക് പൊസിഷൻ വെസൽ അല്ലെങ്കിൽ ബാർജ്, ഇതേന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് ബ്രീത്ത് ചെയ്യാനുള്ള ഗ്യാസ് വേണം. അത് നമ്മൾ സാധാരണ വലിയ കല്ലുകളിൽ വലിയ സിലിണ്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും എയർ ആണെങ്കിൽ. എന്നിട്ട് അവിടുന്ന് ഒരു കൺട്രോൾ പാനൽ കാണും, അവിടെയാണ് ഈ സൂപ്പർവൈസർ ഇരിക്കുന്നത്. ഈ സൂപ്പർവൈസറുടെ മുമ്പിൽ എല്ലാ ഗ്യാസുകളും ഫ്രണ്ടിൽ കാണും. ആ ഡൈവർ വർക്ക് ചെയ്യുന്ന ഡെപ്ത് അറിയാം, പിന്നെ ഡൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മുകൾത്തട്ടിൽ ഇരിക്കുന്ന ആ കപ്പലിൽ അല്ലേ ഇയാൾ സൂപ്പർവൈസർ ഇരിക്കുന്ന അവിടെ സൂപ്പർവൈസർ ഇരിക്കുന്ന, അതായത് മുകൾത്തട്ടിലെ ആ കപ്പലിലെ സൂപ്പർവൈസറിന് ഇതെല്ലാം മുന്നിലെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ആൾ ബ്രീത്ത് ചെയ്യുന്ന നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു കണ്ണിമ ചുമ്മാതെ, അതായത് ഒരു ഡൈവർ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ചാടി എഴുന്നേക്കും. കാരണം അതാണ് ഇറ്റ്സ് എ ഹോട്ട് സീറ്റ്. സൂപ്പർവൈസറുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ആ പോകുന്ന ആളെ പുള്ളീനെ യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചെടുക്കുകയും വേണം, ആ പറഞ്ഞിരിക്കുന്ന വർക്കും ചെയ്യണം, ടാസ്കും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് കറണ്ട് ഉണ്ടാവും, ചിലപ്പം വിസിബിലിറ്റി കാണില്ല അല്ല, എല്ലായിടത്തും വിസിബിലിറ്റി ഉണ്ടായെന്ന് വരില്ല, പ്രട്ടി ഡാർക്കാവും. അപ്പം ചെന്ന് ഫീൽ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മുടെ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത്തരം അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ എനിക്ക് ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡൈവിങ്ങിൽ ആര് പോയി കഴിഞ്ഞാൽ ഒരു അപകടമില്ലാതെ ഒരു ഡൈവർക്ക് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ, അതായത് ഡൈവിങ് ഈസ് എ റിസ്കിയസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും അപകടം പിടിച്ച പണിയാണ് ഡൈവിങ്. അഡ്വഞ്ചറസ് ലൈഫ് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തതും അതിലേക്ക് അതിൻ്റെയൊക്കെ അന്നേരം കുറച്ചുകൂടെ നമുക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ ഇത് എന്തിലേക്കാണ് പോകണമെന്നത്. കാരണം ആ ഒരു മനസ്സിലുള്ള ആ ഒരു എങ്ങനെ വരെ പോകാം, ഏത് ലെവൽ വരെ നമുക്ക് പോകാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു ഏത് പ്രായത്തിലായിരുന്നു? ഒരു ഡിഗ്രി കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഡൈവിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇൻകംപ്ലീറ്റ് ആണ്. കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ നീൽ അണ്ടർ വാട്ടർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആദ്യം തുടങ്ങിയത്. അവിടുന്ന് പിന്നെ അക്വാസ്പേസ് ഡൈവിംഗ് സർവീസസ് ഇവിടെ SSV കുമാർ എന്ന് പറയുന്ന ഒരു എക്സ് നേവി, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നാൾ ഞാൻ വർക്ക് ചെയ്തു. കൊച്ചിൻ ഷിപ്പ് യാർഡിലായിരുന്നു.
അവിടുന്ന് പിന്നെ ഞാൻ ദുബായിക്ക് പോയി അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഓഫ് ഷോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇംഗാർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഓഫ് ഷോറിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഇതെല്ലാം നോൺ ക്വാളിഫൈഡ് സെക്ഷനാണ് ഞാൻ പറഞ്ഞത്. യൂറോപ്പിൽ നിന്നല്ലേ? അത് യൂറോപ്പ്, അതായത് ഫ്രാൻസിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ UK യിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, സിംഗപ്പൂരുണ്ട്. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ മാത്രമേ അപ്രൂവ്ഡ് ട്രെയിനിങ് നടക്കുന്നുള്ളൂ. അവിടെ പോയി നമ്മൾ ട്രെയിനിങ് എടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഓയിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത്ര ഒരു ഫീൽഡിലല്ലേ ഒരു ചോപ്പറും ക്രാഷായത്? ഒത്തിരി ചോപ്പറുകൾ ക്രാഷ് ആകുന്നുണ്ട്. ക്രാഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഇറാഖും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് ബോംബ് വീണ ഒരു സ്ഥലത്താണ് ക്രാഷായത്. അങ്ങനെ ഒത്തിരി ഉണ്ട്. കാരണം ഓയിൽ ഫീൽഡിലേക്ക് ചോപ്പറിലാണ് ട്രാൻസ്പോർട്ടിങ് നടക്കുന്നത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കരയ്ക്കുന്ന ചിലപ്പം ഷിപ്പിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ചോപ്പറിലാണ് പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭൂമിക്ക് അടിയിൽ നിന്ന് തുറന്ന് അവിടുന്ന് ഡ്രില്ല് ചെയ്ത് അവിടുത്തെ ക്രൂഡ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് എല്ലാം നമ്മൾ മേളിലേക്ക് എടുത്തിട്ട് ഈ പ്ലാറ്റ്ഫോമാണ് അതിനെ കൺട്രോൾ ചെയ്തിട്ട് റേസർ എന്ന് പറഞ്ഞാൽ ട്യൂബ് ഇടും. വരുന്ന പ്രൊഡക്ഷൻ വഴി ട്യൂബ് വഴി റിഫൈനറിലേക്ക് കടലിൻ്റെ അടിത്തട്ട് വഴി നമ്മൾ ഈ സാധാരണ പറമ്പിലൊക്കെ പൈപ്പ് ഇട്ടിരിക്കുന്ന പോലെ എല്ലായിടത്തും പൈപ്പ് ഇട്ടിരിക്കുക. അതിൽ ഹൈ പ്രഷർ ലൈൻസാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ സേഫ്റ്റി എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബ്ലാസ്റ്റ് ഉണ്ടാവും, ഒത്തിരി ആൾക്കാർ മരിച്ചു പോകും. അതാണ് ബോംബെ ഹൈയിലൊക്കെ ഒത്തിരി പ്ലാറ്റ്ഫോമൊക്കെ BHN കത്തിയിട്ട് ഒരു പ്രാവശ്യം എത്ര പേര് മരിച്ചെന്നുള്ളത് സാറിന് ന്യൂസിനകത്ത് വായിച്ചിട്ടില്ലേ? എത്ര വർഷം മുമ്പാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇതെല്ലാം അതായത് ഹ്യൂമൻ എററാണ് ഒരു 90% ആക്സിഡൻറ്റിൻ്റെ റീസൺ. നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം, സർട്ടിഫൈഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന പണിയെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് ഞങ്ങളിപ്പോൾ ഓഫ് ഷോറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ഹൈ പ്രഷർ പിന്നെ നമ്മുടെ ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതുപോലെ എഗൻസ്റ്റ് നേച്ചറാണ് വർക്ക് ചെയ്യുന്നത്. വെസൽ പോലും നിൽക്കുന്ന എഗൻസ്റ്റ് നേച്ചർ അല്ലേ? അപ്പോൾ ഇതിനെല്ലാം ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള ഡീപ്പ് നോളജും ഉണ്ടായിരിക്കണം. ഒരു വലിയ ടാസ്ക്, എല്ലാ ജോബുകളും നടക്കുന്നത് ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മേളിൽ വെച്ചിട്ട്. ഇപ്പം ഞാൻ ഡൈവ് സൂപ്രണ്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഡൈവ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ആൾക്കാരെ വിടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഓരോ ജോബുകൾ വന്നു കഴിഞ്ഞാൽ കമ്പനി വിളിക്കും, എങ്ങനെ നമുക്കത് സക്സസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ലെവലിൽ ഇപ്പം ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ സാൽവേജിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒത്തിരി ഞാൻ കൊച്ചിയിലായിരുന്നപ്പോൾ തന്നെ ഒത്തിരി അപകടങ്ങൾ അന്ന് ബേബി ഡൈവറായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റിയെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ടില്ല. അപ്പം വർക്ക് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോഴത്തേനും വർക്ക് ചെയ്യാൻ പോയി. ഇപ്പം മട്ടാഞ്ചേരി വാർഫിൽ പണ്ട് സൾഫറൊക്കെ തോണിയിലായിരുന്നു അവർ ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് സൾഫർ ജെട്ടിയുടെ സൈഡിലിട്ടിട്ട് തോണിയിൽ വന്നിട്ട് അവർ തോണി താഴെ കൊണ്ടിടും, അതിൽ തട്ടി വന്ന് വീഴും. അപ്പം അതിൽ വീണ് തോണി ഇവരുടെ കൺട്രോൾ വിട്ടു പോയിട്ട് ഈ തോണി നേരെ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാൽവേജ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തോണി ഇങ്ങനെ അപ്രൈറ്റായിട്ട് ചെളിക്കടിയിൽ നിൽക്കി. അപ്പം ഞാനായിരുന്നു അന്നത്തെ ബേബി ഡൈവർ. അപ്പം എന്നോട് പറഞ്ഞു ഡൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡൈവ് ചെയ്തു. അന്ന് ഈ സേഫ്റ്റി എന്നാൽ നമ്മൾ ട്രെയിനിങ് ഡൈവർ, പുതിയ ആൾ ട്രെയിൻ ഡൈവറാണ്. 89, 90 തോന്നുന്നു ആ ആക്സിഡൻ്റ് അല്ല, ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുങ്ങിപ്പോയ ഈ സാധനത്തിൻ്റെ അടിയിലേക്ക് ബെല്ലി ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ അപ്രൈറ്റ് ആയിട്ട് ടോർപ്പിഡോ പോലെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെളിക്കുള്ളിൽ ഡൈവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൺട്രോൾ നമുക്ക് സർഫസിൽ നിന്നാണ് എയർ കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഞാനൊരു 2-3 മീറ്റർ ഇതേ പിടിച്ച് ചെളിക്കുള്ളിൽ പോയി. അപ്പോൾ നമുക്ക് നല്ല ഹാർഡായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ഹാർഡായിട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ചെളിക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ തോണിയുടെ അടിയിലെത്തിയെങ്കിൽ ഈ ബെല്ലി ലൈൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ മഡ് ഡൈവിങ് ചെയ്യുക. വെള്ളത്തിൽ പോയിട്ട് വെള്ളത്തിനടിയിൽ ചെളിക്കുള്ളിൽ. കാരണം കൊച്ചിയിലൊക്കെ വളരെ സോഫ്റ്റ് മഡാണ് ബോട്ടത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ലൈൻ കട്ടായിപ്പോയി. മേളിൽ സപ്ലൈ പോയി കഴിഞ്ഞപ്പോൾ ഒറ്റ ബ്രീത്തേ എടുത്തുള്ളൂ, ശ്വാസത്തിന്. കാരണം നമുക്കില്ല, മേളിൽ നിന്നുള്ള സപ്ലൈ കട്ടായി, മേളിൽ കംപ്രസർ നിന്നുപോയി. എന്നിട്ട് അവിടുന്ന് ആ കൂടത്തിൽ നിന്ന ആൾക്കാർ സഡനായിട്ട് ആക്ഷൻ എടുത്ത് വേറൊരു ലൈൻ ബൈപ്പാസ് ചെയ്ത് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അന്ന് തീരേണ്ടതാണ്. റിസ്കിയസ്റ്റാണ് സാൽവേജ് ജോബ്. പല സമയത്തും നമ്മൾ ഷിപ്പ് ഇപ്പം അൺകൺട്രോൾഡ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യും. കാരണം ഈ ബോയൻസി ടാങ്കിൻ്റെ കൺട്രോളുകൾ ബെല്ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും പല സമയത്തും
ഈ വർഷങ്ങളായിട്ട് വെള്ളത്തിനടിയിലിരുന്നിട്ട് ഈ ഷിപ്പ് പതുക്കെ പതുക്കെ ഡെഡ് വെയിറ്റ് കൊണ്ട് ഇത് അടിയിലേക്ക് അങ്ങ് താന്നു പോകും, ചെളിക്കുള്ളിലേക്ക് താന്നു പോകും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടണ്ണേജ് ആയിരിക്കില്ല അതായത് വരുന്ന ബോയൻസി, ലിഫ്റ്റ് ത്രസ്റ്റ് വേണ്ടത്, അപ് ത്രസ്റ്റ് വേണ്ടത്. അപ്പോൾ അതിനിപ്പം സപ്പോസ് ഇപ്പോൾ ഒരു 1000 ടണ്ണ് ലിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെളിക്കുള്ളിലിരിക്കുന്ന ഒരെണ്ണത്തിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ സെക്ഷൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1500 അല്ലെങ്കിൽ 1200 ടൺ എക്സ്ട്രാ ഫോഴ്സ് കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ബ്രേക്ക് ആയിട്ട് പോരുള്ളൂ. അപ്പം പലപ്പോഴും കാൽക്കുലേഷൻ തെറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷൻ നിൽക്കും. വെള്ളം ഹൈറ്റൈഡ് ആകുമ്പോഴത്തേനും, ലോ ടൈഡ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ ബോയൻസിയുടെ എയർ കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് ഫോഴ്സ് കൂടും. അപ്പോൾ സഡൻലി ഇത് താഴേന്ന് ഈ നേരം വിളക്കുമ്പോൾ നമ്മുടെ ഷിപ്പ് മേളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, വിതൗട്ട് എനി സപ്പോർട്ട്, എനി ക്രെയിൻ. അതാണ് സാൽവേജിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് സാൽവേജ് മാസ്റ്റേഴ്സിന് ഒരു ഷിപ്പ് സാൽവേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെയാണ്. പക്ഷേ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണം നമ്മുടെ ടീമിൽ. അപ്പം വരുന്ന ഡൈവേഴ്സിനെ സേഫായിട്ട് ഡൈവ് ചെയ്യിപ്പിക്കാം. ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഏതൊക്കെ രീതി, ഓരോ ദിവസത്തെ ടാസ്കുകൾ കറക്റ്റായിട്ട് റിസ്ക് അസസ്മെൻറ്റോട് കൂടി എഴുതി ഡൈവേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് ആണ് അവർ ഓരോ ബെൽ ഡൈവിനും അവർ പോയിട്ട് ഇന്ന വർക്കുകൾ ചെയ്യാൻ പറഞ്ഞിട്ട് വിടുന്നു. അങ്ങനെ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷിപ്പും വിതൗട്ട് ക്രെയിൻ, ഈവൻ ചെറിയ ക്രെയിൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് എയർ സപ്പോർട്ട്. നമുക്ക് ഈ എയറിനെ കൊണ്ട് തന്നെ ഈ ഷിപ്പിനെ ലിഫ്റ്റ് ചെയ്യാം.